നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. സിനിമയിലെ പുരുഷന്മാരുടെ പീഡനത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇതിനൊരു മറുപുറം കൂടിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതും പരാതികളുമായി എത്തുന്നവരിൽ പലരും സിനിമയിൽ ചാൻസ് കിട്ടുന്ന അവസരത്തിൽ പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരുന്നവരാണ് എന്നോർക്കണം. അന്നും മാധ്യമങ്ങളുണ്ടായിരുന്നു. പ്രതികരിക്കേണ്ട വിധത്തിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ അന്നേ ഒരു കലങ്ങിത്തെളിയൽ ഉണ്ടാവുമായിരുന്നു. നിസ്തുലനായ നടൻ തിലകന് ഊരുവിലക്ക് കൽപ്പിച്ചപ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ഒരു പ്രമുഖനും മുന്നോട്ട് വന്നില്ല എന്നോർക്കണം. ഇപ്പോൾ തന്നെ ഫീൽഡിൽ നിന്നും ഔട്ടായ പല നടിമാരും പഴയ കഥകൾ കുത്തിപ്പൊക്കി ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുന്നുണ്ടെന്നാണ് സിനിമാ രംഗത്തെ എൻ്റെ ഒരു പരിചയക്കാരൻ പറഞ്ഞത്. അത്തരത്തിലുള്ള പല നടിമാർക്കും ഇതൊരു കൊയ്ത്തുകാലമായി മാറിയിട്ടുണ്ടെന്നും കേൾക്കുന്നു. അതിൽ പണ്ടത്തെ ഒരു പ്രമുഖ നടിയും ഉൾപ്പെടും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന പ്രശ്നമില്ല. ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഒരു പരമ്പര തന്നെ ഇനി വരാനിരിക്കുന്നു. പഴയ പല എക്സ്ട്രാ നടിമാരും അതിനുള്ള ഒരുക്കത്തിലുമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ കൊയ്ത്തുകാലം മുതലെടുക്കാൻ ഇനിയും പല നടിമാരും മുന്നോട്ട് വരും. കൂട്ടിക്കൊടുപ്പുകാരായ പുരുഷന്മാരാണ് പലരെയും അതിന് പ്രേരിപ്പിക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നു. പരാതിയുമായി എത്തുന്നവരെയെല്ലാം കാശ് കൊടുത്ത് ഒതുക്കും എന്നറിഞ്ഞ് സ്വർഗരതി തൊഴിലാളികൾ വരെ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരാനിരിക്കുകയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ ശരിക്കും വേട്ടക്കാർ എന്ന് പറയുന്നത് കാശ് വാങ്ങിയും അവസരങ്ങൾ ഇരന്നു വാങ്ങിയും ശരീരം വിറ്റ പലരുമാണ്. ശരിക്കും ഇരകളാകുന്നത് ശരീരം വിലക്ക് വാങ്ങിയവരുമാണ്. ഇവരുടെ ലിസ്റ്റിൽ സിനിമാക്കാർ മാത്രമല്ല, രാഷ്ട്രീയ പ്രമുഖരും വ്യവസായ പ്രമുഖരും എല്ലാം ഉൾപ്പെടും. എന്ന് മാത്രമല്ല, പ്രവാസി വ്യവസായ പ്രമുഖരും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രമുഖരും ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ വക്കിലുമാണ്. ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്, അറിയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു പോയെന്ന് മാത്രം. ഞാൻ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകരെ ചിലത് ഓർമ്മിപ്പിക്കാനുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ അടക്കം വരുന്ന വാർത്തകൾ കണ്ടാൽ സിനിമയിൽ ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒന്നാണെന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഗൾഫിലെ അന്യസംസ്ഥാനക്കാരായ ഇന്ത്യക്കാർ ആ നിലക്കാണ് ഇതിനെ കാണുന്നത്. എന്നാൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സിനിമയുടെ ലോകം ഇതൊക്കെ തന്നെയാണ് എന്നതാണ് സത്യം. അവിടെയും സിനിമ എന്ന് പറയുന്നത് പണം മാത്രമല്ല, കള്ളും പെണ്ണും ലഹരിയും നിർബാധമൊഴുകുന്ന മേഖല തന്നെയാണ്. ഇത് ആ മേഖലയെക്കുറിച്ച് അറിയാവുന്ന ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യവുമാണ്. ഇവിടെ മാധ്യമങ്ങൾ ഉണർന്നിരിക്കുന്നു. മറ്റു ഭാഷകളുടെ മാധ്യമങ്ങൾ അവ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് മാത്രം. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ അയൽ സംസ്ഥാനത്തെ സിനിമാക്കാരനായ ഒരു മുൻ മുഖ്യമന്ത്രി പണ്ട് ആ സംസ്ഥാനത്ത് പുതുതായി വരുന്ന നായിക നടിമാരെ മുഴുവനും ബെഡിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും വഴങ്ങാത്തവരെ സിനിമയിൽ നിന്ന് തന്നെ ഔട്ടാക്കിയിരുന്നുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലയാളത്തിൽ നിന്നും അവിടെ എത്തിയൊരു നടി ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്നപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളെത്തി സെറ്റിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവസാനം ഷൂട്ടിംഗ് തന്നെ മുടങ്ങുമെന്നായപ്പോൾ കണ്ണീരോടെ ഈ നടി അയാൾക്ക് വശംവദയായെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തമിഴിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ പലതും പീഡനങ്ങളല്ല, സ്വമനസാലെ വന്നു കയറി ഇരകളാകുന്നതാണെന്നും ഓർക്കണം. ഇവിടെ ഇര എന്ന വാക്ക് ശരിക്കും ആരെക്കുറിച്ച് പറയാനാവും എന്ന് എനിക്കറിയില്ല. ഹിന്ദി സിനിമയിലേക്ക് കടന്നാൽ ആ ലോകം ഞെട്ടിക്കുന്നതാണ്. അധോലോകം അടക്കി വാഴുന്ന മേഖലയാണത്. പവർ ഗ്രൂപ്പ് വാഴുന്ന മേഖല. പണ്ടത്തെ ഒരു കഥ പറയാം. പണ്ട് ബോളിവുഡിലെ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന ലതാ മങ്കേഷ്കറുമായി അനുഗ്രഹീത ഗായകൻ മുഹമ്മദ് റാഫിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. കാരണം ഇതാണ്: തങ്ങൾ പാടുന്ന ഓരോ പാട്ടിനും പ്രതിഫലത്തിന് പുറമെ റോയൽറ്റി കൂടി വേണമെന്ന് ലതാ മങ്കേഷ്കർ നിർബന്ധം പിടിച്ചു. ലത ഈ പറയുന്നത് അന്യായമാണെന്നും നിർമ്മാതാവിന്റെ കയ്യിൽ നിന്നും പ്രതിഫലം ചോദിച്ചു വാങ്ങുന്ന നമുക്ക് റോയൽറ്റി കൂടി അവകാശപ്പെടാനാവില്ലെന്നും റാഫി വാശി പിടിച്ചു. അത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് തുടക്കമിട്ടു. അവസാനം ലതയും റാഫിയും തെറ്റിപ്പിരിഞ്ഞു. റാഫി പാടുന്ന പടങ്ങളിൽ താൻ പാടില്ലെന്ന് ലത വാശി പിടിച്ചു. അതോടെ റാഫി എന്ന അനുഗ്രഹീത ഗായകൻ ഏറെക്കാലം ബോളിവുഡ് വേദികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. ലതയുടെ അനിഷ്ടം സമ്പാദിക്കുന്നവർക്ക് ബോളിവുഡ് സംഗീത ലോകത്ത് പിടിച്ചു നിൽക്കാനാവാത്ത ഒരു കാലമായിരുന്നു അത്. ഇത് മാത്രമല്ല, ഇതുപോലെ എത്രയോ പേർ അവിടെ നിന്നും തഴയപ്പെട്ട ചരിത്രമുണ്ട്. വാണി ജയറാം എന്ന ഗായികയെ ലതയാണ് ഹിന്ദി സിനിമാ ലോകത്തു നിന്നും പുകച്ച് പുറത്ത് ചാടിച്ചതെന്ന് അവർ തന്നെ പറയുമായിരുന്നു. ബോളിവുഡ് രംഗത്ത് സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും മുന്നിൽ മാത്രമല്ല, ഗുണ്ടാ നേതാക്കൾക്ക് മുന്നിൽ പോലും തുണിയുരിഞ്ഞു കൊടുക്കേണ്ട ഗതികേടാണ് പല നടിമാർക്കും ഉണ്ടായിട്ടുള്ളത്.
കള്ളക്കടത്ത് രാജാക്കന്മാരായിരുന്നു എന്നൊക്കെ സിനിമാ ലോകം അടക്കി വാണിരുന്നതെങ്കിൽ ഇപ്പോഴത് വൻ കോർപ്പറേറ്റുകളായെന്ന് മാത്രം. ഇനി മറ്റൊരു കഥയോർക്കാം. 1975 കാലഘട്ടത്തിലാണ്. അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലം. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ പ്രിയ കൂട്ടുകാരൻ VC ശുക്ല വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായി എത്തുന്നു. കഴിവുറ്റ നേതാവായിരുന്ന, നയതന്ത്രജ്ഞനായിരുന്ന, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന IP ഗുജറാൾ ആയിരുന്നു അതുവരെ ആ മന്ത്രിസഭയിലെ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി. പേരെടുത്ത വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു ഗുജറാൾ. പക്ഷേ മകൻ സഞ്ജയ് ഗാന്ധിയുടെ അപ്രീതിയെ തുടർന്ന് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ മനമില്ലാ മനസ്സോടെ മാറ്റിയാണ് VC ശുക്ലയെ മന്ത്രിയാക്കുന്നത്. അതോടെ സിനിമാ രംഗം VCയും സഞ്ജയ് ഗാന്ധിയും ചേർന്ന് ഭരിച്ചു. അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരു നടിക്കും ബോളിവുഡിൽ സ്ഥാനമില്ലെന്ന നില വന്നു. അത് വല്ലാത്ത ഒരു കാലമായിരുന്നു. 1975 മുതൽ 77 വരെയുള്ള കാലം. പത്രവാർത്തകൾ സെൻസർ ചെയ്യിച്ചും ആകാശവാണിയിലെയും ഫീൽഡ് പബ്ലിസിറ്റി വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ കൊണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രിക 14 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യിച്ചും ശുക്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടു. 1976 മെയ് 4 മുതൽ അദ്ദേഹത്തിന്റെ ഇടപെടലോടെ ആകാശവാണിയിലും ദൂരദർശനിലും അനുഗ്രഹീത ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങൾ അടിയന്തരാവസ്ഥ തീരുന്നതുവരെ നിരോധിച്ചു. കിഷോർ കുമാർ VC ശുക്ലയ്ക്ക് അഹിതനായി മാറിയതായിരുന്നു ഏക കുറ്റം. ശരിക്കും പറഞ്ഞാൽ കുറ്റം ഇതാണ്. മുംബൈയിലെ ഒരു കോൺഗ്രസ് റാലിക്ക് അദ്ദേഹം പാടാൻ വേണ്ടി അന്നത്തെ ഹിന്ദിയിലെ ഏറ്റവും തിരക്കുള്ള ഗായകൻ കിഷോർ കുമാറിനെ ക്ഷണിച്ചു. പാർട്ടിയുടെ റാലിയിൽ വന്ന് പാടാനാവില്ലെന്ന് കിഷോർ കുമാർ അറിയിച്ചു. എന്നാൽ താൻ ഇനി എവിടെയും പാടണ്ട എന്നായിരുന്നു VC ശുക്ലയുടെ മറുപടി. അതോടെ കിഷോർ കുമാറിന്റെ ഗാനങ്ങൾ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത് ശുക്ല വിലക്കി. സിനിമയിൽ കിഷോർ കുമാർ യുഗം അവിടെ അവസാനിച്ചു. അക്കാലത്തെ അധികാര പ്രമത്തതയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടിറങ്ങിയ കിസ കുർസിക്ക എന്ന സിനിമ ശുക്ല നിരോധിച്ചു എന്ന് മാത്രമല്ല പ്രിന്റുകൾ മുഴുവനും നശിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രമാണ്. ബോളിവുഡ് സിനിമകളിൽ അത് ഇന്നലെ മാത്രമല്ല ഇന്നും തുടരുന്നുണ്ട്. പക്ഷെ ആരും പറയുന്നില്ലെന്ന് മാത്രം. ദേശീയ അവാർഡുകൾ പോലും ഇന്ന് വീതം വെപ്പുകളായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ വിലയും ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഇവിടെ വിഷയമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൽക്കാലത്തേക്ക് മറച്ചുവെക്കാൻ മതാലസയായ ഒരു തേന്നടിയെ കേരളത്തിലെ ഉയർന്നൊരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പ് കാഴ്ചവെച്ചു എന്നത് ഇപ്പോൾ രഹസ്യമായ ഒരു പരസ്യമാണ്. ഇതാണ് സിനിമയുടെ ലോകം. സിനിമയുടെ പ്രധാന ആകർഷണം തന്നെ ഇതൊക്കെയാണ്. പല നിർമ്മാതാക്കളെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. മതാലസകളായ പല നടിമാരെയും ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നതും ഉദ്ഘാടനം മാത്രം ഉദ്ദേശിച്ചല്ല, മറ്റു പല കലാപരിപാടികളും ഉദ്ദേശിച്ചു തന്നെയാണ്. ഗൾഫിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനെത്തുന്ന പല നടിമാരുടെയും കലാപരിപാടികൾ അത് മാത്രമല്ലെന്നും ഞങ്ങൾക്കൊക്കെ അറിയാം. കലാപരിപാടികൾക്ക് നടികളെ ഗൾഫിൽ കൊണ്ടുവന്ന് വിൽപ്പന ചരക്കാക്കി കാശുണ്ടാക്കിയ ഒരു സ്പോൺസറെയും എനിക്കറിയാം. ഇതൊക്കെ കെട്ടുകഥകളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ നടന്മാരെ മാത്രം കുറ്റം പറയേണ്ട, നടികളും മോശക്കാരുമൊന്നുമല്ല. പണ്ട് മലയാള സിനിമ ഭരിച്ചിരുന്നത് നിർമ്മാതാക്കളും സംവിധായകരുമായിരുന്നെങ്കിൽ അത് ഇന്ന് ഭരിക്കുന്നത് നടന്മാരാണെന്ന് മാത്രം. അതോടെ ഈ മേഖല കൂടുതൽ ദുഷിച്ചു നാറുകയും ചെയ്തു. മലയാള സിനിമയിൽ അതിന് തുടക്കമിട്ടത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്നവരെ മാത്രം സിനിമയിൽ ഉൾപ്പെടുത്തുന്നു എന്നത് മാത്രമല്ല, സൂപ്പർ താരങ്ങളുടെ പ്രതിഫലം വാനോളമുയർത്തി മലയാള സിനിമ ഇൻഡസ്ട്രിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതും ഇവർ തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല. ഇവർ വന്നതോടെയാണ് മലയാള സിനിമയുടെ ബജറ്റ് കുതിച്ചുയർന്നത്. പിന്നീട് ഇവരെ അനുകരിച്ച് എല്ലാ സൂപ്പർ താരങ്ങളും സംവിധായകരെയും നിർമ്മാതാക്കളെയും ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മലയാള സിനിമ മാറി. അവരുടെ ഇഷ്ടത്തിനൊത്ത് കഥ മാറ്റുന്ന സാഹചര്യത്തിലേക്ക് സിനിമ മാറിയെന്നല്ല, അധപ്പതിച്ചു എന്ന് തന്നെ പറയണം. സൂപ്പർ താരങ്ങൾ പറയും ആര് വേണം വേണ്ട എന്ന്. സംവിധായകരും നിർമ്മാതാക്കളും അനുസരിക്കും. അതായിരുന്നില്ല. അതിനെ എതിർക്കുന്നവർ വല്ല വിധേനയും ഒരു പടമെടുത്താൽ അതിനെ തകർക്കാൻ ഫാൻസിനെ ഇറക്കിവിടും. സോഷ്യൽ മീഡിയയിലൂടെ പണമൊഴുക്കി മോശം റിവ്യൂ വരുത്തും. അതൊക്കെ പോയിട്ട് ഇപ്പോൾ പടങ്ങൾ നിർമ്മിക്കുന്നതും സൂപ്പർ താരങ്ങൾ തന്നെ ആയി മാറിയിട്ടുണ്ട്. എന്റെ ബന്ധുവായ ഒരു നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം ദുബായിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നടൻ സൗബിൻ പോലും ഇപ്പോൾ നിർമ്മാതാവായിരിക്കുന്നു. പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ തുടങ്ങി മലയാള സിനിമയിൽ എല്ലാ പ്രമുഖ നടന്മാരും ഇപ്പോൾ നിർമ്മാതാക്കളാണ്. അതുകൊണ്ട് ഇപ്പോൾ നിർമ്മാതാക്കൾക്ക്
ഹീറോകളെ കിട്ടാൻ പാടാണ്, അതുകൊണ്ട് ഞാൻ പടമെടുക്കുന്നത് നിർത്തി എന്നാണ് എൻ്റെ ബന്ധു പറഞ്ഞത്. അതല്ല ചങ്കുറ്റമുള്ള നിർമ്മാതാക്കൾ പറയേണ്ടത്. ചെറുപ്പക്കാരായ പുതിയ പിള്ളേരെ വെച്ച് ധൈര്യത്തോടെ പടമെടുക്കണം. പ്രേമലു വിജയിച്ച പോലെ നല്ല കഥയാണെങ്കിൽ, നല്ല സംവിധാനമാണെങ്കിൽ പടം വിജയിക്കും. അഭിനയിക്കാൻ കഴിവുള്ള നല്ല മിടുക്കന്മാർ പുറത്ത് കാത്തിരിപ്പുണ്ട്. അവരെയെല്ലാം പരിഗണിക്കണം. അതിന് നിർമ്മാതാക്കളും സംവിധായകരും ധൈര്യത്തോടെ മുന്നോട്ട് വരണം. എന്നാൽ മലയാള സിനിമ രക്ഷപ്പെടും, ഉറപ്പ്. ഈ സൂപ്പറുകളൊക്കെ പടമെടുത്ത് പാപ്പറുകളായി മാറുകയും ചെയ്യും, ഉറപ്പ്. അത് സിനിമാക്കാർ മാത്രമല്ല, കാണികളും മാറണം എന്ന് മാത്രം. ഒരു കാര്യം പറയാതിരിക്കാനാവില്ല. ഞാൻ കണ്ട എല്ലാ ഹീറോകളും വെറും സീറോകളാണ്. എല്ലാവരും വലിയ അഹങ്കാരികളാണ്. ഞാൻ കണ്ട മിക്ക വില്ലന്മാരും പഞ്ചപാവങ്ങളുമാണ്. സൂപ്പർ താരങ്ങൾക്ക് സ്വഭാവ മഹിമ കൊണ്ട് സൂപ്പർ എന്ന പദവിക്ക് യാതൊരു യോഗ്യതയും കൊടുക്കാനാവില്ല. ഇവരിൽ പലരും പക്ക ക്രിമിനലുകളാണ്. ഒട്ടും അനുകരണീയരല്ലാത്തവരാണവർ. ഇതൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ ഒന്നോർക്കണം, മലയാള സിനിമ ഇപ്പോൾ കുറച്ച് പച്ച പിടിച്ചു വരുന്ന ഒരു കാലമാണ്. നല്ല നല്ല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഉണ്ടാകുന്നു, നല്ല സിനിമകൾ ഉണ്ടാകുന്നു, അതിൽ പലതും വിജയിക്കുന്നു. ഈ അവസരത്തിലാണ് ഇപ്പോൾ സിനിമയെയും സിനിമാക്കാരെയും മൊത്തം ബാധിക്കുന്ന ഒരു അശനിവാദം വന്നു വീണിരിക്കുന്നത്. ഇതിന് വലിയ പ്രാധാന്യമാണ് മാധ്യമങ്ങൾ നൽകുന്നത്. മലയാള സിനിമയിൽ മാത്രമാണിതെന്നും അതപ്പാടെ ചീഞ്ഞു നാറുകയാണെന്നും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികാര ബുദ്ധിയോടെയുള്ള ഒരു പ്രാധാന്യം, അത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് മലയാളികളെ മൊത്തം മറ്റു ഭാഷക്കാർക്ക് മുന്നിൽ അവഹേളിക്കാനും മലയാള സിനിമയെ മൊത്തം നശിപ്പിക്കാനും കാരണമാകും. ഹേമ കമ്മീഷൻ ഒരു ബോംബാണ്. അത് പൊട്ടി മലയാള സിനിമ മൊത്തം അങ്ങ് തകർന്നു പോകുന്ന ദുരവസ്ഥ ഉണ്ടാവരുത്. നമ്മളൊക്കെ സിനിമയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് അമിതമായ ഈ പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളും ഒഴിവാക്കണം. സിനിമയുടെ ലോകം അതിങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ വരുന്നവരും പോകുന്നവരും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇഷ്ടമുള്ളവർ പോയാൽ മതിയല്ലോ, ആരെയും നിർബന്ധിക്കുന്നില്ല. എന്തായാലും അതിനെ നന്നാക്കാനൊന്നും നോക്കണ്ട, നന്നാവില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ ഒരവസ്ഥ. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടൊന്നും അത് നന്നാവാൻ പോകുന്നില്ല. അത് വിശുദ്ധന്മാർക്കുള്ള വേദിയുമല്ല. ഇതിലിറങ്ങിയാൽ കുറച്ചൊക്കെ നനഞ്ഞു തന്നെ കയറേണ്ടി വരും. പക്ഷേ മലയാള സിനിമയെ മൊത്തം നശിപ്പിക്കാതിരിക്കാൻ, മറ്റ് ഭാഷക്കാർക്ക് മുന്നിൽ മലയാളികളെ മൊത്തം നാറ്റിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവരുത് എന്നാണ് എൻ്റെ അഭിപ്രായവും അപേക്ഷയും.